കൂനൻകുട്ടി. കൂനൻകുട്ടിയുടെ അമ്മ അടുത്തു തന്നെ അയവിറക്കി കൊണ്ട് കിടക്കുകയാണ്. അവൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മയെ കാണാൻ എന്തൊരു ചന്തമാണ് അവന് തോന്നി. നീണ്ടു വടിവത്ത കഴുത്ത്, ഭംഗിയുള്ള ചെറിയ തല, ചെമ്പൻ രോമങ്ങൾ നിറഞ്ഞ വലിയ ദേഹം, മുതുകത്തിൽ വലിയൊരു പൂഞ്ഞയും. അമ്മേ, അവൻ വിളിച്ചു. അമ്മ തിരിഞ്ഞു നോക്കാതെ ഒന്ന് മൂളി. ഞാനും അമ്മയെപ്പോലെ വലുതാവുമോ അമ്മേ? പിന്നെ ഇല്ലാതെ. അമ്മ ചിരിച്ചു. നീ സുന്ദര കുട്ടനല്ലേ, വേഗം വേഗം വലുതാവുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ എത്ര വലുതായിരിക്കുന്നു. കൂനൻകുട്ടിക്ക് വളരെ സന്തോഷം തോന്നി. ഉവ്വോ, എനിക്ക് ഇനിയും വലുതാവാൻ വൈകി. എന്നിട്ട് വേണം ഈ മണലിൽ കൂടി അങ്ങനെ നടന്നു നടന്നു പോയി ലോകം കാണാൻ. അവൻ്റെ അമ്മ താടി ഇരുപുറത്തേക്ക് കോട്ടിക്കൊണ്ട് അയവിറക്കി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ പറഞ്ഞു, ആ കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ മോഹം തോന്നും. പക്ഷേ ഈ ലോകത്തിൽ കാണാനൊന്നുമില്ലെന്ന് നിനക്ക് കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറേ മണലും പാറയും പിന്നെ ചില ചെറിയ മുൾച്ചെടികളും കഴിഞ്ഞു. എന്നാലും എനിക്ക് പോയി കാണണം. അമ്മേ, കാണാം. നീ വലുതാവട്ടെ, മുതുകത്ത് ചുമടേറ്റി നടക്കാനുള്ള പ്രായമാവട്ടെ. അപ്പോൾ പിന്നെ നമ്മുടെ യജമാനൻ നിന്നെ വെറുതെ വിടുമോ? ചുമടെടുത്ത് 100 പ്രാവശ്യം നിനക്ക് മണലിൽ കൂടി നടക്കേണ്ടി വരും. ചിലപ്പോൾ യജമാനൻ തന്നെ നിന്റെ മുതുകത്ത് കയറിയിരുന്നു എന്നും വരും. അതാ പറഞ്ഞപ്പോഴേക്കും വരുന്നുണ്ടല്ലോ യജമാനൻ. എനിക്കു തിന്നാൻ വൈക്കോല് കൊണ്ടുവരികയാണ്. കൂനൻകുട്ടി നോക്കി. വലിയൊരു കെട്ടു വൈക്കോലും കൊണ്ട് യജമാനൻ വരുന്നു. അവന് യജമാനനോട് വളരെ സ്നേഹം തോന്നി. അമ്മേ, യജമാനൻ എന്നും നമുക്ക് വൈക്കോൽ കൊണ്ടുവന്ന് തരാറുണ്ട് ഇല്ലേ? എന്തൊരു നല്ല മനുഷ്യൻ, അവൻ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എന്തിനാണ് മൂപ്പർ നമുക്ക് തിന്നാൻ തരുന്നതെന്നറിയാമോ? നമുക്ക് ജോലി എടുക്കാനുള്ള ശക്തി ഉണ്ടാവാനാണ്, അല്ലാതെ ഒന്നുമല്ല. ഈ മരുഭൂമിയിൽ കൂടി ചുമടു കടത്താൻ ഒട്ടകങ്ങളില്ലാതെ പറ്റില്ല. നമ്മെപ്പോലെ മരുഭൂമിയിൽ നടക്കാൻ ലോകത്തിലെ മറ്റൊരു ജീവിക്കുമില്ല കഴിവ്. നമുക്ക് ഉള്ളങ്കാലിനിടയിൽ മെത്ത പോലെ പതുപതുത്ത തോലുണ്ട്. നമ്മൾ നടക്കുമ്പോൾ ആ തോൽ പരന്നു കിടക്കും. കാലടി മണലിൽ പൂന്തുകയുമില്ല. പുല്ലും വെള്ളവും കൂടാതെ ജീവിക്കണമെങ്കിൽ അതും നമുക്ക് സാധിക്കും. ചിലപ്പോഴൊക്കെ അത് വേണ്ടി വരും താനും. മരുഭൂമിയല്ലേ, ഒരു പച്ചപ്പ് പുല്ല് പോലും മുളയ്ക്കുകയില്ല. വെള്ളത്തിന് പുഴയും കുളവും കിണറും ഒന്നുമില്ല. എങ്ങനെയാണമ്മേ പുല്ലും വെള്ളവും കൂടാതെ ജീവിക്കുക? വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവുകയില്ലേ? കൂനൻകുട്ടി ചോദിച്ചു. ഒരിടത്തേക്ക് പുറപ്പെടുമ്പോൾ യജമാനൻ നമുക്ക് ധാരാളം പുല്ലും വെള്ളവും തരും, അമ്മ വിവരിച്ചു. അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കുകയും ദാഹിക്കുകയും ഇല്ല. നമ്മുടെ പൂഞ്ഞയുടെ ഉള്ളിൽ ഒരു തരം കൊഴുപ്പുണ്ട്. അതുമതി നമുക്ക് കുറേ ദിവസം ജീവിക്കാൻ. പിന്നെ വെള്ളം വളരെ നാളുകളോളം വയറ്റിൽ തന്നെ സൂക്ഷിച്ചു വെക്കാനും കഴിയും നമുക്ക്. എന്തൊരു
എന്തൊരു സൗകര്യമാണമ്മേ അത്. നമ്മളെപ്പോലെ ഭാഗ്യമുള്ള ജീവികളുണ്ടോ? കുഞ്ഞൻകുട്ടിക്ക് വളരെ സന്തോഷം തോന്നി. ശരിയാണ് മകനെ, നമ്മൾ കൃതം ചെയ്ത ജീവികൾ തന്നെയാണ്. ആദ്യം പിൻകാലുകൾ രണ്ടും പൊന്തിച്ച് മുൻകാലുകൾ ഉയർത്തി അമ്മ പതുക്കെ എഴുന്നേറ്റു നിന്നു. അമ്മയുടെ കാൽമുട്ടുകളെയും നെഞ്ഞിനെയും മൂടി നിൽക്കുന്ന പതുപതുത്ത തോൽമെത്തകൾ അപ്പോഴാണ് കുഞ്ഞൻകുട്ടി കണ്ടത്. താൻ അല്പം കൂടി മുതിർന്നാൽ തനിക്കും അതുപോലെയുള്ള തോൽമെത്തകൾ മുളയ്ക്കുമെന്ന് അവനറിയാം. നിലത്തു മുട്ടുകുത്തി കിടന്നു വിശ്രമിക്കുമ്പോൾ അസുഖമുണ്ടാകാതിരിക്കാനാണല്ലോ അത്. അമ്മ വൈക്കോലും വെള്ളവും കഴിക്കുമ്പോൾ അവൻ അടുത്തു നിന്നു നോക്കി. തിന്നു കഴിഞ്ഞപ്പോൾ യജമാനൻ അമ്മയെ മുട്ടുകുത്തി കിടത്തി മുതുകത്ത് വിലങ്ങനെ തൂക്കിയിട്ടു. ഉടൻ അമ്മ കലശലായി വേദനിച്ചെന്നെപ്പോലെ ഞരങ്ങി കരഞ്ഞു തുടങ്ങി. കുഞ്ഞൻകുട്ടി പേടിച്ചു പോയി. അയ്യോ മതിയേ, അരുതേ! അമ്മ കരഞ്ഞു. ജീനി തൂക്കിയാൽ വല്ലാത്ത വേദനയുണ്ടോ? അമ്മേ, വേദനയൊന്നുമില്ല, അമ്മ പറഞ്ഞു. എന്നാലും ഞാൻ കരയും. യജമാനൻ മുതുകത്ത് എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ അപ്പോൾ കരയണം. സാധനത്തിന് കനമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അവന് ആവുന്നത്ര ഉറക്കെ കരയണം. എന്തിനാണത്? കുഞ്ഞൻകുട്ടി അതിൻ്റെ ആവശ്യം മനസ്സിലായില്ല. നമ്മൾ അങ്ങനെയാണ് പതിവ്. എനിക്കത്രേ അറിയാവൂ. ഒരു പക്ഷേ നമ്മൾ കരഞ്ഞില്ലെങ്കിൽ നമുക്ക് ചുമക്കാൻ വയ്യാത്തത്ര കനത്തിലുള്ള സാധനങ്ങൾ അവർ മുതുകത്തേറ്റി വെക്കുമായിരിക്കും. എന്തായാലും നമ്മൾ കരഞ്ഞുകൊള്ളാമെന്ന കാര്യം എനിക്കറിയാം. നീ ഇതോർമ്മിച്ചു വെച്ചോ. വലുതായിട്ട് സാമാനങ്ങൾ ചുമക്കാൻ തുടങ്ങിയാൽ നീയും കരയണം. ഞാനും കരഞ്ഞുകൊള്ളാം. കുഞ്ഞൻകുട്ടി ശപഥം ചെയ്തു. ആവുന്നത്ര ഉറക്കെ കരഞ്ഞുകൊള്ളാം. അതിരിക്കട്ടെ, എന്തിനാണ് അമ്മ യജമാനൻ ഇപ്പോൾ അമ്മയുടെ പുറത്ത് ജീനി കയറ്റി വെച്ചത്? നമ്മൾ എവിടേക്കോ പോവുകയാണെന്ന് തോന്നുന്നു, അമ്മ പറഞ്ഞു. മരുഭൂമിയിൽ കൂടി ഒരു യാത്ര! ഓ! കുഞ്ഞൻകുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ മണലിൽ കൂടി നടങ്ങനെ പോവും. എന്തു രസമായിരിക്കും! എത്ര കാലമായി ഞാൻ മോഹിക്കുന്നു. അത് പറ്റില്ല മകനെ, അമ്മ പറഞ്ഞു. നടക്കാൻ തക്ക പ്രായം ഒന്നും ആയിട്ടില്ല നിനക്ക്. ഒട്ടക കുഞ്ഞുങ്ങളെ നീണ്ട യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എടുത്തിട്ടേ കൊണ്ടുപോകൂ. അതുപോലെ നിന്നെയും എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക. കുഞ്ഞൻകുട്ടി അച്ഛനെയും കൊണ്ട് യജമാനൻ അവിടെ എത്തി. അച്ഛൻ പടുകൂറ്റനാണ്. യജമാനൻ അച്ഛനെയും മുട്ടുകുത്തിച്ചു കിടത്തി മുതുകത്ത് വിലങ്ങനെ ചീനി വെച്ചു. രണ്ടു ഭാഗത്തും കനമുള്ള ചുമടുകൾ തൂക്കിയിട്ടു. എന്നിട്ട് യജമാനൻ കുഞ്ഞൻകുട്ടിയെ വാരിയെടുത്ത് അച്ഛൻ്റെ പുറത്ത് ചീനിയുടെ ഒരു വശത്ത് കെട്ടിയുണ്ടാക്കിയ ചെറിയ തുണി തൊട്ടിലിൽ കിടത്തി. കുഞ്ഞൻകുട്ടിക്ക് അമ്പരപ്പും പേടിയുമുണ്ടായി. അവൻ കാലിട്ടു ചവിട്ടിയും ഞെളിഞ്ഞും പുളഞ്ഞും തുണിത്തൊട്ടിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിച്ചു. അപ്പോൾ അമ്മ സമാധാനിപ്പിച്ചു. കരയേണ്ട മകനെ, യജമാനൻ നിന്നെ ഉപദ്രവിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. നീ നിന്റെ തുണിത്തൊട്ടിലിൽ
കിടന്നു, ഞാൻ നിന്റെ പിന്നാലെ വരാം. ഒട്ടക കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണ് യാത്ര ചെയ്യാറുള്ളത്. എനിക്ക് അമ്മയുടെ മുതുകത്ത് മതിയാ അമ്മേ, അച്ഛൻ്റെ മുതുകത്ത് വേണ്ട. കുഞ്ഞുകുട്ടി ശാഠ്യം പിടിച്ചു. വെറുതെ വാശി പിടിക്കണ്ട. എനിക്കു നിന്നെ എപ്പോഴും കാണാൻ കഴിയുന്നിടത്തു വേണമെന്നും കരുതിയാണ് നിന്നെ അച്ഛൻ്റെ മുതുകത്ത് കയറ്റിയത്. എൻ്റെ പുറത്താണെങ്കിൽ എന്നെ കാണുമോ? അനങ്ങാതെ കിടക്ക്. കുഞ്ഞുകുട്ടി അനുസരിച്ചു. യജമാനൻ അമ്മയുടെ പുറത്ത് വലിയൊരു ചുമട് കയറ്റി വയ്ക്കുന്നത് നോക്കി അവൻ അനങ്ങാതെ കിടന്നു. അമ്മയെ കണ്ടുകൊണ്ടങ്ങനെ മരുഭൂമിയിൽ കൂടി ദൂരത്തേക്ക് പോകാമല്ലോ, എനിക്ക് നല്ല രസമുണ്ടാവും, അവൻ വിചാരിച്ചു. യജമാനൻ അമ്മയെയും അച്ഛനെയും എഴുന്നേൽപ്പിച്ചു. അവർ രണ്ടുപേരും ഞരങ്ങി കരഞ്ഞും പിറുപിറുത്തുകൊണ്ടും എഴുന്നേറ്റ് നടന്നു തുടങ്ങി. കുഞ്ഞുകുട്ടി കിടക്കുന്ന തുണിത്തൊട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു. ഒട്ടകങ്ങളുടെ നടപ്പിൻ്റെ പ്രത്യേകത കാരണമാണിത്. ആദ്യം ഒരു ഭാഗത്തുള്ള മുൻകാലും പിൻകാലും ഇളക്കി, പിന്നീട് മറ്റേ ഭാഗത്തുള്ള മുൻകാലും പിൻകാലും ഇളക്കിയുമാണ് ഒട്ടകങ്ങൾ നടക്കുക. അങ്ങനെയാകുമ്പോൾ നടപ്പ് ചതുക്കാം പിതുക്കാം എന്നായി തീരുമല്ലോ. കുഞ്ഞുകുട്ടിക്ക് ആ ചാഞ്ചാട്ടം വളരെ സുഖമായി തോന്നി. നടന്ന് നടന്ന് അവർ വേറെ കുറേ ഒട്ടകങ്ങൾ ചുമടുമേറ്റി വരിവരിയായി കാത്തു നിൽക്കുന്ന ഒരിടത്തെത്തി. കുഞ്ഞുകുട്ടിയുടെ അച്ഛനും വരിയിൽ ചേർന്ന് നിന്നു. പിന്നിൽ അമ്മയും. വീണ്ടും നടപ്പ് തുടർന്നു. മരുഭൂമി കാണാൻ എന്തൊരു രസമാണ്. ചുറ്റും അറ്റം കാണാതെ പരന്നു കിടക്കുന്ന വെളുത്ത മണൽ, മുകളിൽ നീലാകാശം, കത്തിജ്വലിക്കുന്ന സൂര്യൻ. അച്ഛൻ്റെ മുതുകത്ത് സുഖമായി കിടക്കുന്ന അവനെ തന്നെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അമ്മ പിന്നാലെയുണ്ട്. അമ്മയുടെയും മറ്റൊട്ടകങ്ങളുടെയും കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള വെള്ളിമണികൾ സാങ്കേതികമായി കിലുങ്ങുന്നു. കുഞ്ഞുകുട്ടിക്ക് ഉറക്കം വന്നു. ഉറങ്ങി ഉണർന്നപ്പോൾ നല്ല നട്ടുച്ച വെയിൽ തീനാളങ്ങളെപ്പോലെ ആളിക്കത്തുന്നു. എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി നിന്നു. യജമാനൻ കുഞ്ഞുകുട്ടിയെ തുണിത്തൊട്ടിലിൽ നിന്ന് പൊക്കിയെടുത്ത് നിലത്തു വച്ചു. അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആർത്തിയോടെ പാൽ കുടിച്ചു. വയറ് നിറഞ്ഞപ്പോൾ അവൻ അവിടെ ചുറ്റി നടന്നു നോക്കി. കുറച്ചപ്പുറത്തേക്ക് പോകാൻ അവന് ആഗ്രഹം തോന്നിയെങ്കിലും അമ്മയെ വിട്ട് അകലെ പോവാൻ ധൈര്യമുണ്ടായില്ല. അമ്മയാണെങ്കിൽ മുട്ടുകുത്തി കിടന്നു മയങ്ങുകയാണ്. വീണ്ടും പുറപ്പെടാറാവുന്നതുവരെ അമ്മയും അച്ഛനും മറ്റെല്ലാ ഒട്ടകങ്ങളും കിടന്നു വിശ്രമിക്കും. ഭൂമിയിൽ കൂടി 100 പ്രാവശ്യം നടന്ന് ചെയ്തിട്ടുള്ളവരാണ് അവരെല്ലാം. അവർക്ക് ഈ കാഴ്ചകളൊന്നും ഒരു പുതുമയുമില്ല. കുഞ്ഞുകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കാണുന്ന എല്ലാം രസമായി തോന്നി. അവന് യജമാനനും മറ്റ് യജമാനന്മാരും കൂടി മണലിൽ പിടഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. ഇവർക്ക് സംസാരിച്ചു മതിയാവാത്തതെന്താണ്? എപ്പോഴാണ് ഇനി പുറപ്പാട്? കുഞ്ഞുകുട്ടിക്ക് മടുത്തു. പെട്ടെന്ന് അവരെല്ലാം ചാടി എഴുന്നേറ്റു. ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഒട്ടകങ്ങളുടെയും ഭാവം മാറി. യജമാനന്മാർ ഒട്ടകങ്ങളുടെ അടുത്തു നിന്നു തെല്ലകലത്തേക്ക് മാറി നിന്നു. ഒട്ടകങ്ങൾക്കു ശുണ്ഠി വന്നാൽ അടുത്തു
അടുത്തെത്തിയവരെയൊക്കെ ഇന്നതേ ചെയ്യും എന്നില്ല, ചവിട്ടുകയും കടിക്കുകയും ഒക്കെ ചെയ്യും. കുഞ്ഞൻകുട്ടിക്ക് തല പൊക്കി ശ്രദ്ധിച്ചു. വളരെ പതുക്കെയുള്ള അലർച്ച പോലെ ഒരു വിചിത്ര ശബ്ദം മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ കൂടി ഉരുണ്ടുരുണ്ടു വരുന്നു. ആ ശബ്ദം കേൾക്കെ ഉച്ചത്തിലായി. കാറ്റ്, കാറ്റ്, ഒരു കിഴവൻ ഒട്ടകം പറഞ്ഞു. കാറ്റ് വരുന്നുണ്ട്. കാറ്റ് വീശുന്നത് കുഞ്ഞൻകുട്ടി ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അലർച്ച ഇതുവരെ കേട്ടിട്ടില്ല. അവൻ കരഞ്ഞു കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി. എന്താണ് അമ്മേ അത്? അമ്മ സമാധാനിപ്പിച്ചു. മണൽക്കാറ്റാണ് മകനെ, പേടിക്കണ്ട. നീ എൻ്റെ അടുത്ത് കിടന്നു. തല നിലത്തോടൊപ്പം വെച്ചു കിടക്ക്. എന്നാൽ പേടിക്കാനൊന്നുമില്ല. കുഞ്ഞൻകുട്ടി അമ്മ പറഞ്ഞതുപോലെ ചെയ്തു. അവന് വല്ലാത്ത പേടിയുണ്ടായി. അമ്മയും പേടിച്ചിട്ടുള്ളതുപോലെ തോന്നുന്നു. മണൽക്കാറ്റെന്ന് പറഞ്ഞാൽ എന്താണമ്മേ? അത് എന്നെ വല്ലതും കാട്ടുമോ? ഞാൻ പറയും പോലെയൊക്കെ ചെയ്താൽ മതി, അമ്മ പറഞ്ഞു. കണ്ണു മുറുക്കി അടച്ചോ. നമ്മുടെ ഇമകൾക്ക് നല്ല നീളമുള്ളതുകൊണ്ട് കണ്ണടച്ചാൽ മണൽ ഉള്ളിൽ കയറുകയില്ല. മണൽ കയറാതിരിക്കാൻ മൂക്കും ഇറുകെ അടച്ചു പിടിച്ചോ. എന്നിട്ട് ലേശവും അനങ്ങാതെ കിടക്കണം. ചൂടുള്ള കൊടുങ്കാറ്റ് ഉറക്കെ അലറിക്കൊണ്ട് ശക്തിയായി വീശിയടിച്ചു. മണൽത്തരികൾ കൊച്ചു സൂചികളെപ്പോലെ കുഞ്ഞുകുട്ടിയുടെ ദേഹത്ത് വന്നു തറച്ചു. അവൻ കണ്ണും മൂക്കും ഇറുകെ അടച്ചു പിടിച്ചു കിടന്നു. യജമാനന്മാർ ഒട്ടകങ്ങളുടെ പിന്നിൽ പോയി രക്ഷ പ്രാപിച്ചു. ഒട്ടകങ്ങളെല്ലാം കണ്ണും മൂക്കും അടച്ചു പിടിച്ച് തല നിലത്തോട് ചേർത്ത് വച്ച് അനക്കമില്ലാതെ കിടന്നു. വെള്ള നിറത്തിലുള്ള കൂറ്റൻ മഴക്കാറ്റുകൾ പോലെ മണൽത്തരികൾ ഒന്നിച്ചുകൂടി വീശിയടിച്ചു. എത്ര നേരം അങ്ങനെ കിടക്കുന്നുവെന്ന് കുഞ്ഞൻകുട്ടിക്ക് അറിഞ്ഞുകൂടാ. പേടിച്ചു വിറയ്ക്കുന്ന അവന് സമയം നീങ്ങുന്നില്ലെന്ന് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റിൻ്റെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്ന് പതുക്കെ നിലച്ചു. ആ നിശബ്ദതയിൽ അമ്മ വിളിക്കുന്നത് അവൻ കേട്ടു. കൊടുങ്കാറ്റ് നിലച്ചു മകനെ, നീ കണ്ണു മിഴിച്ചോ. നീ മിടുക്കൻ തന്നെ. സാധാരണയായി കുട്ടികൾ ഇങ്ങനെയൊന്നും വേണ്ടതുപോലെ ചെയ്യാറില്ല. പരക്കം പോവുകയും നിലവിളിക്കുകയുമാണ് ചെയ്യുക. അവൻ ചോദിച്ചു. അമ്മേ, കാറ്റ് വന്നാൽ യജമാനന്മാർ നമ്മുടെ പിന്നിൽ ഒളിച്ചിരിക്കും അല്ലേ? അമ്മ അവനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്വ് മകനെ, നമ്മൾക്ക് എവിടെയും ഒളിക്കേണ്ട ആവശ്യമില്ല. മണൽക്കാറ്റ് വരുന്ന സമയത്ത് ഒട്ടകങ്ങളെ പോലെ സൗകര്യം മറ്റാർക്കുമില്ല. നമ്മൾ മരുഭൂമിയുടെ സന്താനങ്ങളാണ്. മരുഭൂമി നമ്മുടെ അമ്മയും. എന്തൊരു മഹാഭാഗ്യമാണെന്ന് ആലോചിച്ചു നോക്ക്. അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കൂനൻകുട്ടി അച്ഛൻ്റെ പുറത്തെ തുണിത്തൊട്ടിലിൽ കിടന്നു. യാത്ര തുടർന്ന്. മുമ്പിൽ അറ്റമില്ലാതെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ ഭംഗിയുള്ള മരുഭൂമിയിൽ വളരെയേറെ കഴിവുകളുള്ള ഒരു ഒട്ടകമായി ജീവിക്കാനിടവന്ന താൻ ഭാഗ്യശാലി തന്നെ എന്ന് അവൻ അഭിമാനിച്ചു. ഇത് എഴുതിയത് സുമംഗല.